കൊട്ടാരക്കര മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള മന്ത്രി ബാലഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൊങ്കാലയുമായി പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും നിറഞ്ഞാടുന്നു. സർക്കാർ ജീവനക്കാർ ആരും ഈ മന്ത്രിക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് താഴെ വരുന്ന കമൻറ്റുകൾ നിറയെ. KSRTC പെൻഷൻകാരെ ഓർമ്മയുണ്ടോ? 15 കൊല്ലം മുമ്പ് ലഭിക്കുന്ന പെൻഷൻ ഇന്ന് വാങ്ങിക്കുന്നു. 121% DA ഇല്ലാതെ. പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നേതാക്കൾ താങ്കളെ കണ്ട് നിവേദനം തന്നപ്പോൾ പരിഹരിക്കാം എന്ന് അവർക്ക് വാക്കുകൊടുത്തു. പ്രായമായ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? 10 കൊല്ലം പലതവണ സമരവീഥിയിലായിരുന്നു ഞങ്ങളും PSC മുഖേന എടുത്തവരാണ്. എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം നൽകുന്നു. മാനേജർമാർ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു. ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇറങ്ങിപ്പോകും മുമ്പ് താങ്കളും തോമസ് ഐസക്കും ചേർന്ന് നശിപ്പിച്ച ലോട്ടറി സമ്മാന ഘടന പരിഷ്കരിക്കാമായിരുന്നു. ജനവിശ്വാസം നഷ്ടപ്പെട്ട ലോട്ടറിയുടെ ജനവിശ്വാസം തിരികെ പിടിച്ച് സാധാരണക്കാരായ ചില്ലറ വിൽപ്പനക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താമായിരുന്നു. തമിഴ് മാഫിയകളും ഉദ്യോഗസ്ഥ മാഫിയകളും ആധിപത്യം സ്ഥാപിച്ച ലോട്ടറിയെ താങ്കൾ കള്ളച്ചൂതാക്കി മാറ്റിയിരിക്കുകയാണ്. വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരുപോലെ താങ്കളെ ചീത്ത വിളിക്കുകയാണ് നിത്യവും. പ്രചരണ തിരക്കുകൾക്കിടയ്ക്കെങ്കിലും സാധാരണക്കാരായ ചില്ലറ വിൽപ്പനക്കാരെ കേൾക്കാൻ തയ്യാറാവണം. മികച്ച ധനകാര്യ മന്ത്രിയായിരിക്കാം, എന്നാൽ ലോട്ടറി നടത്തിപ്പിൽ താങ്കൾ കഴിവുകെട്ടവനാണെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. KSRTC ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മനസ്സിൽ താങ്കളെ എന്നും സ്മരിക്കും. അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാതെ പറ്റിച്ചു. മെഡിസെപ്പ് പറ്റിച്ചു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ട് പ്രതീക്ഷിക്കേണ്ട. 10 കൊല്ലം KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചതിച്ച ഈ മാന്യനെയും കൂട്ടാളികളെയും തോൽപ്പിക്കേണ്ടത് അനിവാര്യം. 2020 ലൈഫിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. ധാരാളം പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ അയച്ചു. ഒരു പ്രയോജനവുമില്ല. ധനകാര്യ മന്ത്രിക്കും ഓഫീസിൽ ചെന്ന് അപേക്ഷകൾ നൽകി. ഒന്നും നോക്കുക പോലും ചെയ്തില്ല. അപ്പിയിടാൻ നേരം ആസനത്തെക്കുറിച്ച് ഓർക്കുന്നവരെക്കുറിച്ച് ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട്. വായും വയറും പോലെ തന്നെ ആരോഗ്യകരമായിരിക്കേണ്ട അവയവമാണ് ഗുദമെന്ന് അറിയാത്തവർ അപ്പിയിടാൻ നേരത്ത് മാത്രമേ അങ്ങനെ ഒരു അവയവത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതുപോലെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി KSRTCക്കാരെ, പ്രത്യേകിച്ച് KSRTC പെൻഷൻകാരെ ദ്രോഹിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരിക്കുന്ന പിണറായി ഭരണകൂടം നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കലെത്തിയപ്പോൾ KSRTCക്കാരെ ഓർത്തിരിക്കുന്നു. പക്ഷേ ആ ഓർമ്മിക്കൽ ഒരു മൂഞ്ചിക്കലിൻ്റെ മാരക വേർഷനായിപ്പോയി. ജീവനക്കാർക്ക് 7% DAയും പെൻഷൻകാർക്ക് 7% DR തരാമെന്നാണ് സർക്കാരിൻ്റെ വാഗ്ദാനം. ജീവനക്കാർക്ക് 37% DA കുടിശ്ശിക ഉള്ളപ്പോഴാണ് 7% എന്ന വലിയ തുക നൽകാമെന്ന് ഏറ്റിരിക്കുന്നത്. 15 വർഷം മുമ്പത്തെ പെൻഷൻ വാങ്ങുന്ന വയസ്സന്മാർക്ക് 121% DR കുടിശ്ശികയുണ്ടെങ്കിലും 7% തരാം, വോട്ട് LDFന് കുത്തണം എന്നാണ് ഭരണക്കാരുടെ ആവശ്യം. പെൻഷൻ പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് മാസങ്ങളായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂണിയനുകളുമായി പേരിനൊരു ചർച്ച നടത്തിയതല്ലാതെ ഇക്കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ 7 വർഷങ്ങളായി ഫെസ്റ്റിവൽ അലവൻസ് നിഷേധിക്കപ്പെട്ട ഏക വിഭാഗം KSRTC പെൻഷൻകാരാണ്. കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ മാത്രം ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ സർക്കാരിന് തോന്നുമ്പോൾ തരുമെന്ന് മാത്രം. ഇങ്ങനെ പെൻഷൻകാരെ ദ്രോഹിച്ച് ആനന്ദമനുഭവിക്കുന്ന ഈ ദുഷ്ഭരണം ഇപ്പോൾ 7% DAയും DRും കാണിച്ച് ഞങ്ങളെ മൂഞ്ചിക്കാം എന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻകാരെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു ധനമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന അടുത്ത 3 വർഷത്തേക്ക് DA കാണില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നക്കാപ്പിച്ച തരും. പിന്നെ ഇപ്പോൾ ഇറക്കിയ ഓർഡറുകളെല്ലാം ഒരു 4 വർഷത്തേക്ക് കൂടി നീട്ടും. ഇവർ ഇനി ഒരിക്കലും പങ്കാളിത്ത പെൻഷനും പിൻവലിക്കില്ല. പേ റിവിഷനും 3 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. പിന്നെ തരാനുള്ള അരിയറിൻ്റെ കാര്യം ഗോവിന്ദ.